സ്പേസ് മിഷൻസ് അഥവാ ബഹിരാകാശ ദൗത്യങ്ങൾ എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ആദ്യം നമ്മൾ ഓർക്കുന്നത് ബഹിരാകാശ പര്യവേഷണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നാസയെ ആയിരിക്കും. ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ അവർ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ വളരെ വലുതാണ്. പക്ഷേ നാസയ്ക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്ത, ഒരു കാലത്തിൽ രാജ്യത്തിന്റെ പട്ടിണി മാറ്റാൻ പോലും സാധിക്കാത്തവർ ബഹിരാകാശ ദൗത്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് കളിയാക്കപ്പെട്ടിരുന്ന, എന്നാൽ ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്പേസ് ഏജൻസികളിൽ ഒന്നായി മാറിയ മറ്റൊരു സംഘടനയുണ്ട്. അതാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, നമ്മുടെ ISRO. പരാജയങ്ങളിലൂടെയാണ് ISROയുടെ പ്രയാണം ആരംഭിച്ചത്. എന്നാൽ ഇന്ന് വിജയത്തിന്റെ പാതയിലൂടെയാണ് ISRO സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നാസ മുടക്കുന്ന 10% കാശ് പോലും മുടക്കാതെയാണ് ISRO ഇതുവരെ എത്തിയത്. ഇന്ന് ഭൂമിക്ക് പുറത്ത് ചന്ദ്രനിലും ചൊവ്വയിലും വരെ ISROയുടെ പേടകങ്ങൾ എത്തിക്കഴിഞ്ഞു. അധികം വൈകാതെ തന്നെ ഭൂമിക്ക് പുറത്ത് മനുഷ്യരെ എത്തിക്കുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ISRO ലോകത്തിലെ തന്നെ ഏറ്റവും വിജയകരവും എഫിഷ്യന്റുമായ സ്പേസ് ഏജൻസിയായി മാറിയതെന്നും ഇനി ISRO ഭാവിയിൽ ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ദൗത്യങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഓഗസ്റ്റ് 15 ISRO സ്ഥാപിക്കപ്പെട്ടത്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ബഹിരാകാശ ദൗത്യങ്ങൾ ചെയ്യാനും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനും വേണ്ടി തീവ്രമായിട്ട് മത്സരിക്കുന്ന കാലമായിരുന്നു അത്. അമേരിക്ക അപ്പോൾ അതിസമ്പന്നമായ രാജ്യമായി മാറിക്കഴിഞ്ഞിരുന്നു. വമ്പൻ നഗരങ്ങളും പുത്തൻ സാങ്കേതിക വിദ്യകളുമൊക്കെയായി പുരോഗതിയുടെ ഉന്നതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമേരിക്ക. അതേ വർഷം, അതായത് 1969 നാസ മനുഷ്യരെ ചന്ദ്രനിൽ വരെ എത്തിച്ചു. ആയിരക്കണക്കിന് കോടി രൂപയാണ് ഓരോ വർഷവും അന്നത്തെ കാലത്തിൽ തന്നെ നാസ ചിലവാക്കിയിരുന്നത്. എന്നാൽ അതേസമയം ഇന്ത്യ അന്ന് ദാരിദ്ര്യത്തിലായിരുന്നു. വലിയ സമ്പത്തെന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നും തന്നെ നമുക്കുണ്ടായിരുന്നില്ല. ആഹാരത്തിന് പോലും ജനങ്ങൾ ബുദ്ധിമുട്ടിയിരുന്ന കാലം. തുടക്കത്തിൽ വളരെ നിസ്സാരമായ മുതൽമുടക്ക് മാത്രമേ ISROയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ തന്നെ ബഹിരാകാശ പര്യവേഷണത്തിലൂടെ എന്തെങ്കിലും നേട്ടം കൈവരിക്കണമെങ്കിൽ അത്യധികം കാര്യക്ഷമതയോടുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമായിരുന്നു. ഇവിടെ ISROയുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നത് മറ്റ് രാജ്യങ്ങളെക്കാൾ മുന്നേറണം എന്നതായിരുന്നില്ല. നാസയെ പോലെ വളരെ വലിയ ദൗത്യങ്ങൾ ചെയ്യാനുള്ള പദ്ധതികളും ISRO വിഭാവനം ചെയ്തിരുന്നില്ല. എന്നാൽ മറിച്ച് ഇന്ത്യയുടെ ജനങ്ങളുടെയും പുരോഗതിയായിരുന്നു ISROയുടെ ലക്ഷ്യം. ഉദാഹരണത്തിന്, കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എന്നാൽ അന്നത്തെ കാലത്തിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ നമുക്ക് സ്വന്തമായിട്ടൊരു സാറ്റലൈറ്റ് പോലും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പണ്ട് ഇവിടുത്തെ ജനങ്ങൾ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്നത് കൊണ്ട് കാലാവസ്ഥ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നതും നമ്മുടെ വലിയൊരു ആവശ്യമായിരുന്നു. അങ്ങനെ ISRO ആശയവിനിമയത്തിനും കാലാവസ്ഥാ നിരീക്ഷണത്തിനും ആവശ്യമായ സാറ്റലൈറ്റുകളാണ് ആദ്യ കാലഘട്ടത്തിൽ വിക്ഷേപിച്ചത്. ചിലവഴിക്കാൻ കാശ് കുറവായതുകൊണ്ട് തന്നെ അത്യധികം കാര്യക്ഷമതയോടുകൂടിയാണ് അവർ ഈ വിക്ഷേപണങ്ങൾ നടത്തിയത്. വളരെ ലളിതമായ രീതിയിലായിരുന്നു ISROയുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ. സൈക്കിളിലും കാളവണ്ടികളിലുമൊക്കെയാണ് റോക്കറ്റിന്റെ ഭാഗങ്ങൾ അന്ന് എത്തിച്ചിരുന്നത്. ശാസ്ത്രജ്ഞരും എഞ്ചിനീയേഴ്സും മറ്റ് തൊഴിലാളികളുമടക്കം ആകെ മൊത്തം 3000 പേര് മാത്രമാണ് ISROയിൽ പ്രവർത്തിച്ചിരുന്നത്. അതേസമയം നാസയുടെ അപ്പോളോ ദൗത്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ 2 ലക്ഷത്തിൽ കൂടുതൽ പേരുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നാസയിലും ISROയിലും ഏകദേശം ഒരേ അളവിലുള്ള ജോലിക്കാരുണ്ട്. എന്തായാലും ISRO സ്ഥാപിതമായി 6ാം വർഷത്തിൽ, അതായത് 1975 ഏപ്രിൽ 19 ISRO ആദ്യത്തെ സാറ്റലൈറ്റ് വിക്ഷേപിച്ചു, ആര്യഭട്ട സാറ്റലൈറ്റ്. പക്ഷേ അന്നും നമുക്ക് സ്വന്തമായിട്ടൊരു റോക്കറ്റ് ഉണ്ടായിരുന്നില്ല. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ അവരുടെ കോസ്മോസ് 3M റോക്കറ്റിലാണ് അത് വിക്ഷേപിച്ചത്. ആകെ മൊത്തം 6 റോക്കറ്റുകളാണ് ISRO ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ 4 എണ്ണം ഇപ്പോഴും ഉപയോഗിക്കുന്നുമുണ്ട്. ISRO ആദ്യമായിട്ട് നിർമ്മിച്ച റോക്കറ്റാണ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. SLV ചെറിയൊരു റോക്കറ്റ് ആയിരുന്നു. പരമാവധി 40 കിലോഗ്രാം വരെയുള്ള സാറ്റലൈറ്റുകളെ മാത്രമേ ഇതിൽ വിക്ഷേപിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ.
1979 ആദ്യമായി SLV റോക്കറ്റ് വിക്ഷേപിച്ചത്. നിർഭാഗ്യവശാൽ അത് പരാജയപ്പെട്ടു. അടുത്ത വർഷം, അതായത് 1980 ISRO വീണ്ടും SLV റോക്കറ്റ് വിക്ഷേപിക്കുകയും അതിലൂടെ വിജയകരമായിട്ട് റോഹിണി RS-1 സാറ്റലൈറ്റിനെ ബഹിരാകാശത്തിൽ എത്തിക്കുകയും ചെയ്തു. ശേഷം ISRO കൂടുതൽ ശക്തമായ ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന റോക്കറ്റ് നിർമ്മിച്ചു. എന്നാൽ ഈ റോക്കറ്റ് വലിയൊരു പരാജയമായിരുന്നു. 4 തവണ വിക്ഷേപിച്ചതിൽ 3 പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് അതിനേക്കാൾ മികച്ച പോളാർ സാറ്റലൈറ്റ് വെഹിക്കിൾ എന്ന റോക്കറ്റ് നിർമ്മിച്ചത്. 1994 ഇതിന്റെ ആദ്യ വിക്ഷേപണം തന്നെ പൂർണ്ണ വിജയമായിരുന്നു. ഇത് നമ്മുടെ ISROയുടെ മുഖഛായ തന്നെ മാറ്റിയ, നമ്മുടെ അഭിമാനമായി മാറിയ റോക്കറ്റാണ്. വെറും 2 തവണയാണ് ഇത് പരാജയപ്പെട്ടത്. അതും പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ 2 വിക്ഷേപണങ്ങൾ മാത്രം. 1994 2017 39 തവണ ഇത് തുടർച്ചയായിട്ട് വിജയകരമായി സാറ്റലൈറ്റുകളെ ബഹിരാകാശത്തിൽ എത്തിച്ചു. അതിൽ വെറും 48 സാറ്റലൈറ്റ്സ് മാത്രമായിരുന്നു ഇന്ത്യയുടേത്. ബാക്കി 209 എണ്ണവും നാസ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളുടേതായിരുന്നു. 2017 104 സാറ്റലൈറ്റുകളെ ഒരൊറ്റ PSLV റോക്കറ്റ് വിക്ഷേപണത്തിലൂടെ ബഹിരാകാശത്തിലെത്തിച്ച് ISRO റെക്കോർഡ് നേടി. 2021 സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 143 സാറ്റലൈറ്റുകളെ വിക്ഷേപിച്ച് ആ റെക്കോർഡ് തകർത്തു. പക്ഷേ ഓർക്കേണ്ട കാര്യമെന്നത് PSLV ഡിസൈൻ ചെയ്തത് 20 വർഷങ്ങൾക്ക് മുൻപാണ്. എന്നിട്ടും ഇന്നും അത് ലോകത്തിലെ ഏറ്റവും മികച്ച റോക്കറ്റുകളിൽ ഒന്നാണെന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ISROയുടെ കഴിവ് തന്നെയാണ്. ജിയോ സിങ്ക്രോണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആയിരുന്നു ISROയുടെ അടുത്ത റോക്കറ്റ്. 5000 കിലോഗ്രാം ഭാരം വരെ ചുമക്കാനുള്ള കഴിവ് ഈ റോക്കറ്റിനുണ്ട്. ISROയുടെ 5ാമത്തെ റോക്കറ്റാണ് GSLV മാർക്ക് 3. ഇതാണ് ISROയുടെ ഏറ്റവും ശക്തമായ റോക്കറ്റ്. ഇതിന് 10,000 കിലോഗ്രാം ഭാരം വരെ ചുമക്കാൻ കഴിയും. 1990കളുടെ അവസാനത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തത്. ഇതുവരേക്കും 4 തവണ മാത്രമാണ് GSLV മാർക്ക് 3 വിക്ഷേപിച്ചിട്ടുള്ളത്. 4ഉം പൂർണ്ണ വിജയമായിരുന്നു. ഇനി മറ്റൊരു തരം റോക്കറ്റ് കൂടെ ISROയ്ക്കുണ്ട്, സൗണ്ടിംഗ് റോക്കറ്റ്സ്. ഇത് മറ്റ് റോക്കറ്റുകളുടെ കൂടെ കൂട്ടാനാകില്ല. കാരണം ഇത് പരീക്ഷണങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന തീരെ കുഞ്ഞു തരം റോക്കറ്റാണ്. ഈ റോക്കറ്റുകളെല്ലാം വിക്ഷേപിക്കുന്നതിന്റെ ചിലവ് വളരെ കുറവാണെന്ന കാര്യമാണ് ISROയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഉദാഹരണത്തിന് GSLVയുടെ ആകെ ചിലവ് പരിഗണിച്ചാൽ അതിലൂടെ 1 കിലോഗ്രാം ഭാരമുള്ള വസ്തു വിക്ഷേപിക്കാൻ എത്ര രൂപ ചിലവാകുമെന്ന് കണക്കുകൂട്ടുമ്പോൾ വെറും 4 ലക്ഷം രൂപ മാത്രമേ ആകുന്നുള്ളൂ. എന്നാൽ അതേസമയം GSLVക്ക് സമാനമായ നാസയുടെ അറ്റ്ലസ് 2 റോക്കറ്റിലൂടെ 1 കിലോഗ്രാം ഭാരം വിക്ഷേപിക്കാൻ 15 ലക്ഷം രൂപയാകും. ഇതൊരു റോക്കറ്റിന്റെ മാത്രം കാര്യമല്ല. ഇന്ത്യയുടെ എല്ലാ റോക്കറ്റും ഇതുപോലെ വളരെ കുറഞ്ഞ ചിലവിലാണ് വിക്ഷേപിക്കുന്നത്. ഇത്രയും ചിലവ് കുറയാൻ പല കാരണങ്ങളുമുണ്ട്. പ്രധാനമായും ISROയുടെ ജീവനക്കാർക്ക് ലഭിക്കുന്നതിന്റെ 10 മടങ്ങോളം ശമ്പളം കൂടുതലാണ് നാസയിലെ ജീവനക്കാർക്ക് ലഭിക്കുന്നത്. ഇതിനാൽ തന്നെ റോക്കറ്റ് നിർമ്മിക്കുന്ന ചിലവും ISROയിൽ കുറയും. അതുമാത്രമല്ല, നാസ ഉൾപ്പെടെയുള്ള മറ്റ് സ്പേസ് ഏജൻസികളെല്ലാം അവരുടെ റോക്കറ്റുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും വലിയ പ്രൈവറ്റ് കമ്പനികളിൽ നിന്നുമൊക്കെയാണ്. എന്നാൽ ISRO പരമാവധി ഇന്ത്യയിൽ തന്നെയുള്ള ലോക്കൽ കമ്പനികളിൽ നിന്നുമാണ് സാധനങ്ങൾ വാങ്ങുന്നത്. ഇത് ശരിക്കും വളരെ വലിയ തോതിൽ റോക്കറ്റ് നിർമ്മാണ ചിലവ് കുറയ്ക്കാൻ സഹായിക്കും. ഇത് മനസ്സിലാക്കിയ മറ്റ് സ്പേസ് ഏജൻസികളും ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുമാണ് പല സാധനങ്ങളും വാങ്ങുന്നത്. ഇങ്ങനെയാണ് ISRO ഇത്രയും കുറഞ്ഞ ചിലവിൽ റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നത്. പക്ഷേ ഇപ്പോൾ മറ്റ് പല സ്പേസ് ഏജൻസികളും ISROയേക്കാൾ കുറഞ്ഞ ചിലവിൽ റോക്കറ്റ് വിക്ഷേപിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സ്പേസ് എക്സ്. GSLVയിലൂടെ 1 കിലോഗ്രാം വിക്ഷേപിക്കാൻ 4 ലക്ഷം രൂപയാകുമെങ്കിൽ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9ലൂടെ 1 കിലോഗ്രാം വിക്ഷേപിക്കാൻ 2 ലക്ഷം രൂപ മാത്രമേ ആകുന്നുള്ളൂ. ഇത് ISROയ്ക്ക് നിലവിലൊരു വലിയ വെല്ലുവിളിയാണ്. അതിനാൽ തന്നെ കൂടുതൽ ശക്തമായ റോക്കറ്റുകൾ കൂടുതൽ ചിലവ് ചുരുക്കി നടത്താനാവശ്യമായ പുതിയ ടെക്നോളജികൾ രൂപപ്പെടുത്താനുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യുകയാണ് ISRO. ISROയുടെ വിജയകരമായ ദൗത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 എണ്ണമാണ് ചന്ദ്രയാൻ 1ഉം മംഗൾയാനും.
2008 ചന്ദ്രയാൻ 1 PSLV റോക്കറ്റിലൂടെ വിക്ഷേപിച്ചത്. ഇതൊരു ചന്ദ്രദൗത്യമായിരുന്നു. ചന്ദ്രനിൽ ജലമുണ്ടെന്ന് സ്ഥിരീകരിച്ച ആദ്യത്തെ പേടകമായിരുന്നു നമ്മുടെ ചന്ദ്രയാൻ 1. ചന്ദ്രന്റെ ധ്രുവപ്രദേശങ്ങളിൽ 60,000 കോടി കിലോഗ്രാമോളം ജലം ഐസിന്റെ രൂപത്തിലുണ്ടെന്ന് ഈ പേടകം കണ്ടെത്തി. ഇന്ത്യയുടെ ചരിത്രം കുറിച്ച ദൗത്യം തന്നെയായിരുന്നു ചന്ദ്രയാൻ 1. ശേഷം 2013 മംഗൾയാൻ 1നെ PSLV റോക്കറ്റിൽ തന്നെ ISRO വിക്ഷേപിച്ചു. 2014 അത് മാർസിലെത്തി. അങ്ങനെ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ വിജയകരമായിട്ട് മാർസിന്റെ ഭ്രമണപഥത്തിൽ പേടകത്തിനെ എത്തിച്ച ആദ്യത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി. പതിയെ ഇന്ത്യ ബഹിരാകാശ പര്യവേഷണത്തിൽ മുന്നേറുകയാണെന്നതിന്റെ തെളിവായിരുന്നു മംഗൾയാൻ ദൗത്യം. വെറും 6 മാസത്തേക്ക് മാത്രമാണ് ഈ ദൗത്യം പ്ലാൻ ചെയ്തത്. അതിനാൽ തന്നെ ആ സ്പേസ് ക്രാഫ്റ്റും അത്രയും കാലം പ്രവർത്തിക്കുന്ന രീതിയിൽ മാത്രമാണ് അവർ ഡിസൈൻ ചെയ്തത്. എന്നാൽ ഈ പേടകം 7 വർഷങ്ങൾ തുടർന്ന് പ്രവർത്തിച്ചു. 2021 ഇതുമായിട്ടുള്ള ബന്ധം അവസാനിച്ചത്. ചൊവ്വയുടെ അന്തരീക്ഷത്തിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ മംഗൾയാൻ സഹായിച്ചു. ഈ ദൗത്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് വെറും 550 കോടി രൂപയ്ക്കാണ് ഈ ദൗത്യം മുഴുവൻ ചെയ്തത്. അതൊരു വലിയ തുകയായിട്ട് തോന്നിയെങ്കിൽ 2.0 എന്ന സിനിമ നിർമ്മിക്കാൻ പോലും 543 കോടി രൂപയായി എന്ന കാര്യം ആലോചിച്ചാൽ മതി. താരതമ്യേന പറഞ്ഞാൽ നാസ 2005 വിക്ഷേപിച്ച മാർസ് റിക്കോണിസൻസ് ഓർബിറ്ററിനു വേണ്ടി ചിലവാക്കിയത് 5000 കോടി രൂപയാണ്. ഈ വർഷം, അതായത് 2022 പ്രധാനമായും 3 ദൗത്യങ്ങളാണ് ISRO ചെയ്യാൻ പദ്ധതി ഇട്ടിരിക്കുന്നത്. ഒന്ന്, ഗഗൻയാൻ 1. മനുഷ്യരെ ആദ്യമായിട്ട് ISRO ബഹിരാകാശത്തിൽ എത്തിക്കുന്ന ദൗത്യമാണ് ഗഗൻയാൻ. 3 പേരെ കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. GSLV Mark 3 റോക്കറ്റിലായിരിക്കും ഗഗൻയാൻ 1 വിക്ഷേപിക്കുന്നത്. ഉപരിതലത്തിൽ നിന്നും ഏകദേശം 400 കിലോമീറ്ററിന് മുകളിലൂടെ 7 ദിവസം ഭൂമിക്ക് ചുറ്റും വലം വെച്ച ശേഷം തിരിച്ച് ഭൂമിയിൽ സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്യുക എന്നതാണ് ഗഗൻയാൻ ദൗത്യത്തിന്റെ ലക്ഷ്യം. അതിന്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണമാണ് ഗഗൻയാൻ 1. ഇതിൽ മനുഷ്യരെ അയക്കില്ല, പകരം ഗഗൻയാൻ പേടകത്തിനെ മാത്രമായിരിക്കും അയച്ച് പരീക്ഷണം നടത്തുന്നത്. ഇത് വിജയകരമായാൽ അടുത്ത വർഷം ഗഗൻയാൻ 2ഉം 2024 ഗഗൻയാൻ 3യും നടത്തും. ഗഗൻയാൻ 3യിലായിരിക്കും മനുഷ്യരെ അയക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് ശരിക്കും ഗഗൻയാൻ 1 നടത്താൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ പല കാരണങ്ങളാലും അത് ഈ വർഷത്തേക്ക് മാറ്റേണ്ടി വന്നു. രണ്ടാമത്തേത് ആദിത്യ L1. നാസ പാർക്കർ സോളാർ പ്രോബിനെ അയച്ചതുപോലെ ISRO സൂര്യനെ നിരീക്ഷിക്കാൻ അയക്കുന്ന ഒരു പേടകമാണ് ആദിത്യ L1. ഇത് ഈ വർഷം ജനുവരിയിൽ വിക്ഷേപിക്കാനാണ് പദ്ധതി ഇട്ടിരുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യങ്ങൾ കാരണം ഇപ്പോഴിത് ഈ വർഷം ഒക്ടോബർ മാസത്തിലാണ് വിക്ഷേപിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഭൂമിയുടെയും സൂര്യന്റെയും ഗ്രാവിറ്റി തമ്മിൽ ബാലൻസ് ചെയ്യപ്പെടുന്ന ലഗ്രാഞ്ചെ 1 അഥവാ L1 പോയിന്റിലാണ് ഇതിനെ വിക്ഷേപിക്കാൻ പോകുന്നത്. സൂര്യനിൽ നിന്നും വരുന്ന സൗരക്കാറ്റിനെ കുറിച്ച് പഠിക്കുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. മൂന്നാമത്തെ ദൗത്യം ചന്ദ്രയാൻ 3. ഇത് നമ്മുടെ ISROയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. കാരണം വളരെ പ്രതീക്ഷയോടുകൂടി മുൻപ് നടത്തിയ ചന്ദ്രയാൻ 2 ദൗത്യം വലിയൊരു പരാജയമായിട്ട് മാറി. അതിനാൽ തന്നെ ചന്ദ്രയാൻ 3 വിജയകരമാക്കുക എന്നത് ISROയുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഒരു റോവർ വാഹനത്തിനെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്യിക്കുക എന്നതാണ് ദൗത്യം. ചന്ദ്രന്റെ ഉപരിതലത്തിനെക്കുറിച്ചും ധ്രുവപ്രദേശങ്ങളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു ദൗത്യം നമുക്കും വിജയകരമായിട്ട് ചെയ്യാനാകുമെന്ന് ലോകത്തിനോട് തെളിയിക്കുക എന്നതും കൂടെ ഒരു ലക്ഷ്യമാണ്. ഇതിത്രയും 2022 നടത്താൻ പോകുന്ന പ്രധാനപ്പെട്ട ദൗത്യങ്ങളാണ്. ഇതിനു പുറമെ 2023 മറ്റൊരു ചന്ദ്ര ദൗത്യവും 2024 മാർസിലേക്ക് മംഗൾയാൻ 2 പേടകം അയക്കാനും അതേ വർഷം തന്നെ വീനസിലേക്ക് ശുക്രയാൻ 1 പേടകം അയക്കാനും ISRO പദ്ധതി ഇട്ടിട്ടുണ്ട്. ഈ ദൗത്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വലിയ ദൗത്യങ്ങളുടെ കാര്യം മാത്രമാണ്. ഇതിനോടൊപ്പം സാറ്റലൈറ്റുകളെ വിക്ഷേപിക്കുന്ന ധാരാളം ചെറിയ ദൗത്യങ്ങളും ISRO ചെയ്യും.
വലിയ വിജയങ്ങൾ തന്നെയാണ് ഇതുവരെ ISRO കരസ്ഥമാക്കിയത്. ഇനിയും ISRO കൂടുതൽ ഉയരങ്ങളിലെത്തുമെന്നത് തീർച്ചയാണ്. എന്തെന്നാൽ ഓരോ വർഷവും ISROയ്ക്ക് വേണ്ടി കൂടുതൽ കാശ് ഇന്ത്യ ചിലവഴിക്കുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴും വെറും 14,000 കോടി രൂപയാണ് 2022 ചിലവാക്കാൻ ISROയ്ക്ക് ലഭിച്ച തുക. ഇതേ സമയം 2 ലക്ഷം കോടി രൂപയാണ് 2022 നാസ ചിലവാക്കാൻ പോകുന്നത്. എന്തായാലും പണ്ട് സൈക്കിളിലും കാളവണ്ടിയിലും റോക്കറ്റിന്റെ ഭാഗങ്ങൾ കൊണ്ടുപോയിരുന്ന ISRO ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്പേസ് ഏജൻസികളിൽ ഒന്നാണ്. വളരെ ലളിതമായ രീതിയിൽ നിന്നും ഇത്രയും വളർന്ന ISRO നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനം തന്നെയാണ്. ഇനിയും ISRO കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.